ആവിലായിലെ ത്രേസ്യ മെദീന ദൽക്കംബോയി എന്ന പട്ടണത്തിൽ വിശുദ്ധ ജോസഫിൻ്റെ നാമത്തിൽ ഒരു പുതിയ കോൺവെൻറ്റ് ആരംഭിക്കാനുള്ള യാത്രയിലാണ്. ത്രേസ്യയാൽ നവീകൃതമായ സഭയുടെ വളർച്ചയാണ് നാം ഇവിടെ കാണുന്നത് തന്നെ. ഒരു കാലഘട്ടത്തിൽ ഭയത്തിലും ഭീതിയിലും ആകുലതയും നിറഞ്ഞ് വളരെ രഹസ്യാത്മകമായി സഭയുടെ നവീകരണം ആരംഭിച്ചിരുന്ന ത്രേസ്യ ഇന്ന് വളരെ ആത്മധൈര്യത്തോടും സന്തോഷത്തോടും ഉത്തമ വിശ്വാസത്തോടും കൂടി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ യാത്രയാണ് നാം ഇവിടെ കാണുന്നത്. ത്രേസ്യ തൻ്റെ കുട്ടിക്കാലത്തിലെ ഓർമ്മകൾ ഈ യാത്രയ്ക്കിടയിൽ ഇവരുമായി പങ്കുവെക്കുകയാണ്. രാജാവും രാജ്ഞിയും നാട് കാണാൻ വരുന്നതിനെക്കുറിച്ചായിരുന്നു ത്രേസ്യയുടെ സംസാരം. പ്രമുഖരായ വ്യക്തികളും പട്ടണവാസികളും യാത്രക്കാരും എന്നു വേണ്ട എല്ലാവരും ഈ കാഴ്ച കാണാൻ അടുത്തേക്ക് വന്നിരുന്നു. പുരാതന നഗര കവാടത്തിൽ നിന്ന് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് കത്തീഡ്രലിലേക്ക് രാജ്യകമായ ആ ഘോഷയാത്രയെ അനുഗമിക്കുമ്പോൾ അഭിമാനത്തോടെ ഞാനും താളത്തിൽ നൃത്തം ചെയ്ത് അതിനൊപ്പം നടന്നു നീങ്ങി. ഒരു നിമിഷം ആവില പട്ടണം മുഴുവൻ ഒരൊറ്റ ഹൃദയമിടിപ്പ് പോലെയായി തോന്നി. പെട്ടെന്ന് ഇതിനിടയിൽ കുതിരവണ്ടിയുടെ ചക്രം ഊരിപ്പോവുകയും അത്ഭുതകരമായി ഇവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. വീഴ്ചയെ ചൊല്ലി തർക്കങ്ങളും കുറ്റപ്പെടുത്തലുകളും ആരംഭിച്ചു. ഈ യാത്ര ആവശ്യമില്ലാത്ത ഒന്നായിരുന്നു എന്ന്. Hombre, una locura. Lo que no esperaba es que nuestro capellán repitiera lo que dice todo Ávila. Una locura, una locura. Pero es que lo es, y no lo es. Ay, es que vuestra reverencia me quema la sangre. Ayude a componer esto y no murmure más. ¿Están preparados? ¡Vámonos ya! Menos mal. Sí, എങ്കിലും എല്ലാം വീണ്ടും ക്രമപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര തുടരുകയും ചെയ്തു. ഈ യാത്ര എങ്ങനെയും തടസ്സപ്പെടുത്തുക എന്നത് സാത്താന്റെ ഒരു തന്ത്രമായിരുന്നു. അതിനുള്ള വഴിയാണ് അവൻ ഒരുക്കിയത്. കാരണം നവീകൃത കർമ്മലീത്ത സഭയുടെ വളർച്ച അവൻ ഭയപ്പെട്ടു തുടങ്ങി. ഇവർ യാത്രയുടെ ഒരു രാത്രി പിന്നിട്ടു. സമയവും വൈകി. വളരെ ക്ഷീണിതരുമായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു വൈദികനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ത്രേസ്യ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് ചൊല്ലുന്നു. ത്രേസ്യയുടെ നടപ്പിലും നോട്ടത്തിലും ഉറച്ച ആത്മവിശ്വാസവും ധൈര്യവും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. Don Alonso Esteban, madre. വൈദികൻ സന്ദേശം ത്രേസ്യയ്ക്ക് കൈമാറി. പുതിയ കോൺവെന്റ് തുടങ്ങാൻ പോകുന്നത് അവിടെയുള്ള അഗസ്റ്റീനിയൻ കോൺവെന്റിന് അടുത്താണ്. ഈ പുതിയ കോൺവെന്റ് തുടങ്ങുന്നതിന് ഇവർ തീർത്തും എതിരാണ്. മാത്രമല്ല ആ നാട്ടിലെ ഭക്തജനങ്ങളും എതിരാണ്. അതുകൊണ്ട് യാത്ര നിർത്തി തിരിച്ചു പോകണമെന്നാണ് ഇവർ പറയുന്നത്. ത്രേസ്യ ഒരു നിമിഷത്തേക്ക് അസ്വസ്ഥയായി. ഇത് പിശാചിന്റെ തട്ടിപ്പാണെന്ന് അവൾ ഉടനെ തിരിച്ചറിഞ്ഞു. പിശാച് ഇപ്പോൾ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ മഠം കർത്താവിനു വേണ്ടി ധാരാളം ചെയ്യാനുള്ള ഒന്നാണ് എന്ന് അവൾക്ക് മനസ്സിലായി. ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇൻകാർനേഷൻ കോൺവെന്റിൽ നിന്ന് വന്ന രണ്ട് സഹോദരിമാരോടും പറയേണ്ടതില്ല. കാരണം ഇവരിലൂടെ ചിലപ്പോൾ ഈ സംരംഭത്തിന് തടസ്സമുണ്ടായേക്കാം.
കാരണം ഈ പുതിയ കോൺവെന്റ് തുടങ്ങാൻ പോകുന്നതിന് ഇവർ തീർത്തും എതിരായിരുന്നു. അവർ വീണ്ടും യാത്ര തുടരുക തന്നെ ചെയ്തു. മെദീന ദെൽ കാംബോയിൽ അവർ എത്തിയത് ഓഗസ്റ്റിലെ ദൈവമാതാവിന്റെ തിരുനാൾ ദിവസം പാതിരാത്രിക്കാണ്. ആർക്കും ശല്യമുണ്ടാകാതിരിക്കാൻ വിശുദ്ധ അന്നായുടെ ആശ്രമത്തിലിറങ്ങി കാൽനടയായി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. വഴിയിൽ അവർ ആരെയും കണ്ടില്ല എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായി അവർ കണ്ടു. കൂടാതെ പിറ്റേന്ന് നടക്കാനിരുന്ന കാളപ്പോരിന് കാളകളെ കൂട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോരുന്നതിന്റെ തിരക്കിലായിരുന്നു ചുറ്റുപാടുകൾ മുഴുവൻ. അതുകൊണ്ട് ഇവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ത്രേസ്യ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങളുടെ കൃത്യനിർവഹണത്തിൽ സർവ്വതാ നിമഗ്നയായിരുന്നതുകൊണ്ട് മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിച്ചില്ല. തന്നെ ശുശ്രൂഷിക്കുന്നവരെ കർത്താവ് സദാ ഓർമ്മിപ്പിക്കുന്നു. ആദ്യം ചെന്ന് കയറിയ വീട് ഇവർക്ക് മാറിപ്പോയി. No, no. No es അവിടെ നിന്ന് വീണ്ടും ഭാണ്ഡക്കെട്ടുകൾ ചുമന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. La encontraremos. Vamos por aquí. Se nos hace de noche, madre. Sigan. ഒടുവിൽ അവർ തങ്ങളുടെ പുതിയതായി വാങ്ങിയ വീട് കണ്ടെത്തി. പക്ഷേ കൂടെയുണ്ടായിരുന്ന സഹോദരിമാർക്ക് ഭയവും യാത്രയുടെ മടുപ്പുമെല്ലാം ഉണ്ട്. ത്രേസ്യ അവരെയെല്ലാം ധൈര്യപ്പെടുത്തുന്നുണ്ട്. Atienda los bultos. നേരം ഒരുപാട് വൈകിയാണ് എത്തിയത്. അതുകൊണ്ട് ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയി. കോളിംഗ് ബെൽ അടിച്ച് നോക്കി നിന്നു കുറച്ച് സമയം. ¡Ave María! ¡Ah! ¡Ya va! ¿Quién es? ¿El mayordomo de la señora de Fuentesol? Servidor. ഒരാൾ ഇറങ്ങി വന്ന് പാതി ഉറക്കത്തോടെ ചോദിച്ചു: ¿Qué se les ofrece? Traemos carta de su señora. നിങ്ങൾ para que കർമ്മലീത്തർ vengan a casa de ഈ Semana. സമയത്ത് എന്താ വന്നത്? Ah, ya, los carmelitas. ഈ ചോദ്യത്തിൽ ത്രേസ്യ അസ്വസ്ഥയായി. ¿Ya? ¿Hay alguno mejor? ഒരു തീർത്ഥാടകനെ താമസിപ്പിക്കാൻ ഇതിലും നല്ല സമയമുണ്ടോ? ത്രേസ്യയുടെ കുറിക്കുകൊള്ളുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതായി തീർന്ന അവസ്ഥയിൽ അദ്ദേഹം അവർക്ക് വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ത്രേസ്യ കെട്ടിടത്തിന്റെ അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച അവളെ ഏറെ വിഷമിപ്പിച്ചു. Las paredes harto caídas. കെട്ടിടത്തിന്റെ ഭിത്തികൾ ഏറെയും തകർന്നു വീഴാറായിരിക്കുന്നു. Ahora tendrán que dormir. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റിയ യാതൊരു അവസ്ഥയും അവിടെ ഇല്ലായിരുന്നു. ¿Cree que podremos poner el altar aquí? Su tarea llevará, pero si no hay otro sitio. Dentro hay una cama de damasco azul y varios tapices. Si pueden servirle de algo. Alabado sea Dios, ¿cómo no ha de servirme? Todo sirve. Ande, eche una mano, traiga escobas. ഉടനെ തന്നെ വൃത്തിയാക്കൽ ജോലികളെല്ലാം ആരംഭിച്ചു. പൂമുഖത്തെ തറയിൽ നിന്ന് മണ്ണുകളൊക്കെ മാറ്റി തുടങ്ങി. No me parece hora oportuna para ir en busca del notario. Lo siento mucho, pero no tenemos otra. La noche nos ampara. No sé qué me dirá. No cuide de eso, sino de lo que hay que decirle a él. Ande con Dios. ¿Sabe dónde vive? Sí. ഭിത്തി തേച്ചിട്ടില്ലായിരുന്നു. അതിൽ കുറെ ദ്വാരങ്ങളും. രാത്രി കഴിയാറായി. No lo entiendo. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പുരോഹിതൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് No me extraña ഏറെ lo que están നേരമായി. haciendo ahora. ¿Y qué prisa hay entonces por levantar un acta de algo que todavía no está fundado? Sí la hay. Mañana cuando salga el sol tiene que estar fundado y yo diciendo misa. ഇതിനിടയിൽ സഹോദരിമാർ പള്ളിമണി കെട്ടിത്തൂക്കി. ഭിത്തി തേച്ചിട്ടുമില്ലായിരുന്നു. അതിൽ കുറെ ദ്വാരങ്ങളും. രാത്രി കഴിയാറായി.
ചാപ്പലിനു വേണ്ടിയുള്ള സ്ഥലത്ത് കയ്യിലുണ്ടായിരുന്ന 3 വിരികൾ വലിച്ചു കെട്ടി ഭംഗിയുള്ളതാക്കി മാറ്റി ത്രേസ്യ. Me hacen falta más clavos. Ya no hay más. ഏതാനും കുറച്ച് ആണികൾ ആവശ്യമായിരുന്നു. Por ahí en las paredes. വാങ്ങിക്കാൻ പറ്റിയ സമയവുമായിരുന്നില്ല. ചുമരുകളിൽ വല്ലതും ഉണ്ടോ എന്ന് അവർ ചുറ്റും നടന്നു നോക്കി. അവസാനം അവർക്ക് ആവശ്യമുള്ളിടത്തോളം ആണി അവിടെ കിട്ടി. Queda bonito. Sí, pero se está haciendo de día. Hay que darse prisa. ¿Qué tal va la campana? Ya está. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പുരോഹിതൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. ഇതിനിടയിൽ സഹോദരിമാർ പള്ളിമണി കെട്ടിത്തൂക്കി. വിശുദ്ധ കുർബാനയ്ക്കായി വന്ന പുരോഹിതൻ നിന്ന് ക്ഷീണിതനായിരുന്നു. അങ്ങനെ വിരികൾ കെട്ടി അവർ തറ വെടിപ്പാക്കി. Nunca he visto a un cura más testarudo. Ni yo a un notario más desconfiado. En fin. എല്ലാവരും ഉത്സാഹത്തോടെ ജോലികൾ ചെയ്തതുകൊണ്ട് നേരം വെളുത്തപ്പോഴത്തേക്കും ബലിപീഠം സ്ഥാപിക്കുകയും ചെയ്തു. ഒടുവിൽ വിശുദ്ധ കുർബാനയ്ക്ക് മണി മുഴങ്ങി. ¿Qué me dice ahora? കുർബാനയ്ക്കായുള്ള മണിയുടെ ആ ശബ്ദം കേട്ടവർ ഒരൊറ്റ രാത്രിയിൽ ഉയർന്നു വന്ന കോൺവെന്റ് കാണാൻ വേണ്ടി അകത്തേക്ക് കയറി വന്നുകൊണ്ടിരുന്നു. നാട്ടുകാർ എല്ലാവരും തടിച്ചുകൂടി അവിടെ. ¿Han puesto una iglesia aquí? ¿No ha oído la campana? വിശുദ്ധ ജോസഫിൻ്റെ മഠം സ്ഥാപിക്കാൻ വേണ്ടി ത്രേസ്യ ആരംഭിച്ച ഈ യാത്രയിലുടനീളം ത്രേസ്യയെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രതിസന്ധികളാണ് നാം കണ്ടിരുന്നത്. പ്രത്യേകിച്ച് കുതിരവണ്ടിയുടെ ചക്രം ഊരിപ്പോയതും പാതി വഴി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ദേശവാസികളുടെ സന്ദേശം ലഭിച്ചപ്പോഴും ത്രേസ്യ ഒരല്പസമയത്തേക്ക് അസ്വസ്ഥയായി. എങ്കിലും നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ വിട്ടുകൊടുത്തു. ആത്മധൈര്യത്തോടും അടിയുറച്ച ബോധ്യത്തോടും കൂടി ത്രേസ്യ തൻ്റെ യാത്ര തുടരുകയാണ് ചെയ്തത്. പ്രതീക്ഷയോടുകൂടി പറഞ്ഞുറപ്പിച്ച് തങ്ങൾക്കായി കരുതി വെച്ച ആ കെട്ടിടത്തിനകത്തേക്ക് കയറി ചെന്നപ്പോഴും ത്രേസ്യയെ വീണ്ടും നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ നാം കണ്ടത്. വാസയോഗ്യമല്ലാത്ത ഇടം, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല. എങ്കിലും നിശ്ചയദാർഢ്യത്തോടും ദൈവഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സഹോദരിമാരോട് പോലും ഒരു പരാതിയോ പരിഭവങ്ങളോ തൻ്റെ സ്വപ്നങ്ങൾ തകർന്നുപോയി എന്നോ ഒരിക്കലും പങ്കുവെക്കാതെ ത്രേസ്യ തൻ്റെ പ്രവർത്തനം തുടരുക തന്നെ ചെയ്തു. ഒടുവിൽ ദൈവത്തിൻ്റെ പദ്ധതി ത്രേസ്യയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ബലിപീഠമൊരുക്കി ബലിയർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ദൈവ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന, നമ്മെ ഒറ്റപ്പെടുത്തുന്ന നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ആവിലായ ത്രേസ്യയെ നയിച്ച ദൈവം തന്നെ നമ്മയും നയിക്കുമെന്നും നമ്മയും ശക്തിപ്പെടുത്തുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമുക്കും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.